ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. സംഭവത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി, മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയവരുടെ ഉന്നതതല യോഗം ഇന്ന് രാവിലെ മന്ത്രിയുടെ ചേംബറിൽ ചേർന്നിരുന്നു. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നഷ്ടപ്പെട്ടത് കേരളത്തിൻ്റെ ഒരു മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 2025 മെയ് മാസം 13 വിശദമായ ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിക്കുകയുണ്ടായി. 2025-26 അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങളായിരുന്നു ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1ാം തലക്കെട്ട് സ്കൂൾ സുരക്ഷ എന്നായിരുന്നു. ഇതിലെ 9ാമത്തെ നിർദ്ദേശം ഞാൻ നിങ്ങളെല്ലാം വായിക്കാവുന്നു. സ്കൂളുകളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ ഉള്ള വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോർമറുകൾ മുതലായവ അപകടകരമാംവിധം കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട KICB അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഒരു പ്രാവശ്യം ചെന്ന് KICBയിൽ അപേക്ഷ കൊടുത്ത് പരിഹാരം കണ്ടില്ല, അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടില്ല, പരിഹാരം കാണുന്നവരെ പോകണം. അത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അല്ലെങ്കിൽ അവർ തൊട്ട് മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ് ഏറ്റവും അവസാനം മന്ത്രി വരെയുണ്ട്, അവരെ അറിയിക്കേണ്ടതാണ്. അതല്ല ഒരു പ്രാവശ്യം ഒരു പേപ്പർ അവിടെ കൊണ്ടെഴുതി അവിടെ ആ ഫെസിലിറ്റിക്ക് ആരെങ്കിലും കൊടുത്തിട്ട് പോന്നിട്ട് അതല്ല നമ്മൾ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ഈ സർക്കാർ എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരുടെയും ഡയറ്റ് പ്രിൻസിപ്പൽമാരെയും RDD-മാരെയും AD-മാരെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെയും SSK ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർമാരെയും ജില്ലാ പ്രോജക്റ്റ് ഓഫീസർമാരെയും കൈറ്റ് ജില്ലാ കോർഡിനേറ്റർമാരെയും വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർമാരുടെ എല്ലാ പ്രധാന അധ്യാപകരെയും എല്ലാ പ്രിൻസിപ്പൽമാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതായിരുന്നു ആ സർക്കുലർ എന്ന് പറയുന്നത്. ഇതുകൂടാതെ നാം അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഈ സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചുള്ള യോഗം ചേർന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് ഈ 1-2 മാസക്കാലം സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഓരോ റൂമും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മുറിക്കകത്തുള്ള ചെറിയ കുഴികളും ഗുഹകളും അതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ ഇഴജന്തുക്കളടക്കം കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതടക്കം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത്ര 14,000 സ്കൂളുകളുണ്ട് കേരളത്തിൽ. ചെറിയ വ്യത്യാസം വന്നേക്കുവേ. അവിടെ ഈ സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമായിട്ട് ഈ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ അത്ര ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ഒരു വിഭാഗം ഈ ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഗവൺമെന്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല.
സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പ്രാധാന്യം ഈ സർക്കുലർ വ്യക്തമാക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ അധ്യാപക സമൂഹം അവർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഇകഴ്ത്തി കാണിക്കാനും പാടില്ല. ഇന്ന് ഇന്ത്യയിൽ നമുക്ക് അക്കാഡമിക് കാര്യങ്ങളിൽ നമ്മൾ 2ാം സ്ഥാനത്തേക്ക് വന്നു. അതിന് അധ്യാപകർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിനാണ് പഞ്ചാബുമായിട്ട് നമ്മൾ 1ാം സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ജില്ല തിരിച്ചുള്ള കണക്കെടുപ്പുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ. അതിൽ ആദ്യത്തെ 14 ജില്ലയും ഇന്ത്യ രാജ്യം നമ്മളാണ് വന്നത്. അപ്പൊ അതിലൊക്കെ തന്നെ നമ്മുടെ അധ്യാപകരുടെ ഒരു പരിശ്രമമുണ്ട്. ഇപ്പം മിനിമം മാർക്ക് സബ്ജക്റ്റ് മിനിമത്തിന് വേണ്ടി നമ്മൾ നടത്തിയ പരിശ്രമം, അവധിക്കാലത്ത് വന്ന് അവർ ക്ലാസ് എടുത്തു, 80,000 കുട്ടികളെ പഠിപ്പിച്ച ശേഷം അവര് പരീക്ഷ നടത്തി, വീണ്ടും അതിൽ കുറവൊന്നുമില്ല, വീണ്ടും പഠിപ്പിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണ്. ഇപ്പൊ ലഹരി വിരുദ്ധ പ്രോഗ്രാമിനെതിരായിട്ട് പല സ്കൂളുകളിലും അവര് കലാപരിപാടികൾ, സിനിമകൾ, അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അതിനൊക്കെ അഭിനന്ദിക്കുക ചെയ്യുന്നു. പക്ഷെ ആ കാര്യങ്ങളും ചെയ്തു വന്നതുകൊണ്ട് ഇതുപോലുള്ളൊരു ഗുരുതരമായ പശക് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇന്നലെ ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം കണ്ടപ്പോ ഒരു കുഞ്ഞ് ഉറങ്ങി കിടക്കുകയാണ്. അങ്ങനെയാണ് നമുക്കത് അതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ആ നിലയിലുള്ള ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും ഉണ്ടായിരുന്നു. ഇന്നലെ സംഭവം നടന്ന ഉടനെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ സംഭവ സ്ഥലത്തേക്കും പോയി ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളിലും എല്ലാ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടിയ ഉന്നതതല യോഗത്തിന്റെ തീരുമാനങ്ങൾ ഈ സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന AEOയിൽ നിന്നും ഉടൻ വിശദീകരണം തേടും. അതായത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊല്ലത്തെ DEO പെൻഷനായിരുന്നു. അത് കാരണം കൊല്ലം AEO ആന്റണി പീറ്ററിനായിരുന്നു DEOയുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത്. അപ്പൊ അധിക ചുമതല ഉണ്ടായിരുന്ന ആന്റണി പീറ്ററിനോടായിരിക്കും വിശദീകരണം ചോദിക്കുന്നത്. ഏത് നടപടി സ്വീകരിക്കുന്നതിനും അതിന് മുൻപായി ഒരു വിശദീകരണം ആവശ്യമാണ്. നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് മാനേജ്മെന്റ് നോട്ടീസ് നൽകും. അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ പറയുന്ന കാര്യമാണ്. അതിൽ ചാപ്റ്റർ 3 റൂൾ 7 പറയുന്നതാണ് ആക്ഷൻ അഗൈൻസ്റ്റ് മാനേജർ എഡ്യൂക്കേഷൻ ഏജൻസി ഇൻ ദി ഇവന്റ് ഓഫ് മിസ്മാനേജ്മെന്റ്. അതിലെല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, നോട്ടീസിന് മാനേജ്മെന്റ് 3 ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും.
ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിന്റെ ജീവനക്കാർ വരുന്നൊന്നുമല്ല. മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. സ്വന്തം വീടില്ല, ഒരു സെന്റോ അങ്ങനെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഒരു അനിയനും കൂടെ ഉണ്ട്. അമ്മ വളരെ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പത്രങ്ങളിലെ കണ്ടല്ലോ മുത്തശ്ശിയുടെ എല്ലാം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. KER അധ്യായം 3 റൂൾ 7 പ്രകാരം മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുന്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും. സ്ഥല സൗകര്യം കൂടെ നോക്കിയിട്ട്. ഇളയ കുട്ടിക്ക് 12ാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യാലയത്തിൽ നിന്നും പ്രത്യേക ഉത്തരവിറക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ PD അക്കൗണ്ടിൽ നിന്നും മിഥുന്റെ കുടുംബത്തിന് അടിയന്തര സഹായമെന്ന നിലയിൽ 3 ലക്ഷം രൂപ നൽകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ്. വന്ന ശേഷം ആലോചിച്ച ശേഷം കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആലോചിക്കുന്ന പോലുള്ള ആലോചന ഉണ്ടാവും. ഇതിനൊരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആലോചന തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. സ്കൂളിന്റെ PTA പുനഃസംഘടിപ്പിക്കണം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ അറിയിക്കുന്നതാണ്. മേൽനോട്ടവും ഒക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണല്ലോ. ഇതാണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതിൽ പരമാവധി കാര്യങ്ങളെന്ന് പറയുന്നത്. ഞങ്ങള് കുട്ടിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അത് അതിൽപ്പെടുത്താണ്. ഒരുപാട് നടപടി എടുക്കാം. മാനേജ്മെന്റിന് വേണ്ടി എടുക്കാൻ പറ്റുന്ന നടപടി എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ സ്കൂള് തന്നെ തിരിച്ച് ഏറ്റെടുക്കാം ഗവൺമെന്റ്. അതായത് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ 3 റൂൾ 7 പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷന്റെ കുഴപ്പം, അതുപോലെ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുക, അപ്പോയിന്റ്മെന്റിൽ കാണുന്ന അഴിമതി, അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം പുതിയ മാനേജറെ അടക്കം നിയമിക്കാനുള്ള അധികാരം മാനേജ്മെന്റ് കമ്മിറ്റി ഇപ്പൊ ഉള്ള നിലവിലുള്ള മാനേജറിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ മാനേജറെ ഗവൺമെന്റ് നിയമിക്കാനുള്ള അധികാരം അടക്കം ഉണ്ട്. അതെ, റെക്കഗ്നൈസേഷൻ തിരിച്ചെടുക്കാം പറഞ്ഞു. അപ്പൊ ഇന്ന് ഇതിന്റെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് DD-മാരുടെയും
DU AIOമാരുടെ ഒരു അടിയന്തര ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ട്. ഇതൊന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ DDമാരുടെയും ഉച്ചയ്ക്ക് അടിയന്തരമായിട്ട് കൂടെയാണല്ലോ. ഇപ്പം നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇത് എല്ലാ സ്ഥലത്തും അവധിക്കാലത്ത് PTA യോഗം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടുകാരുടെ യോഗം കൂടിയിട്ടുണ്ട്. അതെല്ലാം നന്നായി തന്നെ നടന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു സ്ഥലത്തും അങ്ങനെ വന്നിട്ടില്ല. അത്യപൂർവമായിട്ട് ഉള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞല്ലോ, ഇത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ 7-ാം തീയതി സംസ്ഥാന തലത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും DOമാരും AEOമാരും അതുപോലെ തന്നെ ജില്ലയിലുള്ള മറ്റുള്ള കോർഡിനേറ്റർമാരുടെ ഒരു സംയുക്ത യോഗമാണ് വിളിച്ചു കൂട്ടിയത്. അതിൽ അക്കാദമിക് മാസ്റ്റർ പ്ലാനും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസവും എല്ലാം ചേർന്നുള്ള പ്രധാന വിഷയങ്ങളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നേതൃത്വം നൽകിയ ഒരു ചർച്ചയായിരുന്നു. ഒരു ഫുൾ ഡേ ചർച്ചയായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന് 2 ദിവസം മുമ്പാണ് കോട്ടയത്ത് ഒരു വളരെ ദാരുണമായ ഒരു സംഭവം നടന്നത്. അപ്പോൾ അതിന്റെ നിഴലിൽ എല്ലാ സ്കൂളുകളിലും ഈ 13/5 കൊടുത്ത സർക്കുലറിന് ഉപരിയായി തന്നെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുവാൻ വേണ്ടി നേരിട്ട് നിർദ്ദേശം കൊടുത്തിരുന്നു. ഓരോ സ്കൂളുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മെയിൽ വഴി നിർദ്ദേശം കൊടുക്കുവാൻ, രേഖാമൂലം നിർദ്ദേശം കൊടുക്കുവാനും വാട്ടർ അതോറിറ്റി, KSEB തുടങ്ങിയ PWD കുട്ടികളുടെ സ്കൂളിന് മുമ്പിലുള്ള സൈനേജ് വരെ അതിൽ പരിഗണിക്കണമെന്ന് നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു. അങ്ങനെ നേരിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. പല സ്കൂളുകളിലും അതിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് നടത്തിയിരുന്നു. ഈ ഒരു യോഗത്തിലും ഈ 2-ാം തീയതി ഒരു സുരക്ഷാ മീറ്റിംഗ് നടത്തിയിരുന്നു. പക്ഷേ ഈ ഒരു വിഷയം അവിടെ ചർച്ച ചെയ്തതായിട്ട് അതിന്റെ മിനിറ്റ്സ് കാണുന്നില്ല. അപ്പോൾ സമഗ്രമായ രീതിയിൽ അതിൽ എന്തെങ്കിലും പിഴവുകളോ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഇതേ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഓൺലൈൻ യോഗം ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ജില്ലകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് തന്നെ കൂടുതലായിട്ട് അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നടപ്പാക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയിലെ NSS വിഭാഗത്തിന് ഈ വർഷത്തെ ടാസ്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 8 സ്കൂളുകൾ അടങ്ങുന്ന ഒരു ക്ലസ്റ്റർ ആയിട്ട് രൂപീകരിച്ചുകൊണ്ട് ആ കുട്ടികളെ കൊണ്ട് അവരുടെ കണ്ണിൽ കാണുന്ന കാര്യങ്ങൾ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ വേണ്ടി നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തീരുമാനമായിട്ടുണ്ട്. ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് തന്നെ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്ന് സഹകരിക്കുന്ന മനോഭാവമാണ് ആൾക്കാർ എടുക്കേണ്ടത്. 47 ലക്ഷത്തിന് താഴെയുള്ള കുട്ടികളും 14,000-ഓളം വരുന്ന സ്കൂളുകളും 1,92,200 വരുന്ന അധ്യാപകരും ഒക്കെ ഉള്ള ഒരു വിപുലമായ കാര്യമാണ്. ഒരു സ്കൂളെന്ന് പറയുമ്പോൾ 3000 കുട്ടികളാണ് നമ്മുടെ കോട്ടക്കൽ സ്കൂളിലുള്ള, അതിലധികം വരും. അപ്പോൾ ഇവരെല്ലാം ഇത്രയും പേരെ കൺട്രോൾ ചെയ്ത് കാര്യങ്ങളിൽ കൊണ്ടുപോകേണ്ടതാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. മാധ്യമങ്ങളായിരുന്നാലും മന്ത്രിയായിരുന്നാലും MLA ആയിരുന്നാലും എല്ലാവരും മനുഷ്യരാണ്. ചിലപ്പോൾ ചില അപൂർവമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഒരു മിസ്റ്റേക്കിനെ ന്യായീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. കർശന നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൽ പറയുന്ന പോലെ നന്നായി കാര്യങ്ങൾ 80% വരുന്ന അധ്യാപകർ ഈ പറഞ്ഞ നന്നായി കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ചെയ്യാത്തവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. അവരുടെ ആരുടെ വിശ്വാസത്തിന് നമ്മൾ തകരാറുണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ കത്ത് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ 36 കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ചെക്ക് ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരുന്നു. സ്വാഭാവികമായി ഇതടക്കമുള്ള ഫിറ്റ്നസ് അടക്കമുള്ളവ പരിശോധിക്കും. ആരായിരിക്കും വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്തില്ലെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ അവരാണല്ലോ അവിടെ പഠിപ്പിക്കുന്ന കുട്ടികളെ. അപ്പം അത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ KSEBയുടെ ജോലി തിരക്ക് കാരണം വന്നില്ലെങ്കിൽ വീണ്ടും പോകണം.
വീണ്ടും പോകണം. അവരാരും പോയില്ലെങ്കിലും മന്ത്രിയെ ചെന്ന് കണ്ട് പറയണം. അല്ല, അതാണ് നമ്മുടെ ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ ശേഷം ഒരുപാട് കഥകൾ പറയാം. ഇങ്ങനെ നമുക്കതിൻ്റെ വസ്തുതാപരമായി രേഖാമൂലമായിട്ട് കിട്ടിയ കാര്യം മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ല, ഈ 14,000-ഓളം വരുന്ന സ്കൂളുകളിലൊന്നും വേറെ ഒരു സ്ഥലത്തും വാട്ടർ അതോറിറ്റിയുടെ പ്രശ്നമില്ല, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പ്രശ്നമില്ല, പഞ്ചായത്തിൻ്റെ പ്രശ്നമില്ല. അവരെല്ലാം പഞ്ചായത്തിലെ കാര്യങ്ങളിൽ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലോ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടായെന്ന് വെച്ചാൽ അവരാരും ഒന്നും ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വിദ്യാഭ്യാസ വകുപ്പാണല്ലോ എൻ്റെ ലീഡ് ചെയ്യേണ്ട വകുപ്പ്. വിദ്യാഭ്യാസ വകുപ്പാണ്. അപ്പം മറ്റു ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ ഒരുപാട് തിരക്കുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമാണല്ലോ. നമ്മളത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത്. ആ റെക്ടിഫൈ ചെയ്യുന്ന കാര്യത്തിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പറഞ്ഞിരിക്കുന്നത്. 7-ാം തീയതി അതവിടെ സ്കൂളിൽ നടന്നു. രേഖപ്പെടുത്തിയിട്ടില്ല. കത്ത് ചെയ്തു എന്ന് അവർ പറയുന്നു, പക്ഷെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നു. പക്ഷെ KCBയിലെ ഉദ്യോഗസ്ഥരവിടെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൊരു ഗവൺമെന്റിന് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിൽ അടിയന്തരമായി സ്വീകരിക്കാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കൂടെ പിന്തുണയും സഹകരണം ഉണ്ടാവുക. നമുക്ക് ഇനിയിപ്പോൾ ആ കുടുംബത്തെയും വേറെ മരിച്ചുപോയ മകൻ്റെ അനിയനെയും അവരെയൊക്കെ ഒന്ന് സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റില്ല. അത് 1-ാം റൗണ്ടിൽ നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ ശ്രദ്ധയപ്പെട്ടില്ലേ. ഞാൻ രാവിലെ മുതൽ, നിങ്ങളൊക്കെ അല്ലേ രാവിലെ 6-7 മണി മുതൽ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. പത്രമൊന്നും വായിച്ചില്ലേ അല്ലേ? ഇവിടെ വന്ന എൻ്റെ വീട്ടിൽ 6 മണിക്ക് വന്നവരുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നതിന്. ഓ, അതൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം നടത്തിയതാണ്. അതിനുശേഷം കൊടുത്ത ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ കൂടെ അല്ല, 1 മാസം മുമ്പെയാണ് ഇതിന്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ പങ്കെടുത്തുകൊണ്ട് 1, 2, 3 മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ചേർന്നിട്ടുണ്ട്. ഈ സർക്കുലർ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ പക്ക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഏത് ഉത്തരവ് വന്നു കഴിഞ്ഞാലും പിന്നെ എന്ത് സംഗതി പറഞ്ഞാലും അനങ്ങാതെ ആട്ടുകല്ല് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്ന ചില പിന്നെ സാറന്മാരുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മളിത് മൊത്തത്തിൽ ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു കാര്യം കൂടെ, നമ്മുടെ ഒരു വിദ്യാഭ്യാസ കോൺക്ലേവ് 25-ാം തീയതി ടാഗോർ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തക നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ഒരു മാധ്യമത്തിൽ നിന്ന് ഒരാളിന് പങ്കെടുക്കാം. ഇതൊരു ഔദ്യോഗിക ക്ഷണമായിട്ട് കാണുക. പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് എഴുതി ഏൽപ്പിക്കാം. ഹയർ സെക്കൻഡറി പാഠപുസ്തകം എങ്ങനെയായിരിക്കണം. സെക്രട്ടറി വല്ലതും പറയാനുണ്ടോ? ട്രെയിനിങ് തുടങ്ങുന്നില്ല മാഡം. CM പറഞ്ഞൊരു പ്രോഗ്രാം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ടീച്ചേഴ്സിന് പ്രൈമറി കൗൺസിലേഴ്സായിട്ട് പരിശീലിപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു മോഡ്യൂൾ ഇപ്പോൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഈ ട്രെയിനിങ് ആകെ ഒരു 80,000 ടീച്ചേഴ്സും ഉണ്ട്, ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുമായിട്ട് ചേർന്ന്.
ഇവരെല്ലാവർക്കും 80,000 ടീച്ചേഴ്സിനും ഇങ്ങനെ പ്രൈമറി കൗൺസിലേഴ്സ് ആയിട്ട് എങ്ങനെ അവർക്ക് പ്രവർത്തിക്കാം, കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ള പ്രശ്നമായാലും അത് ഉടൻ തന്നെ കണ്ടെത്തുകയും അതിനു വേണ്ടിയുള്ള ഒരു ബേസിക്കലി ഒരു ഡയഗ്നോസിസ് എന്ന രീതിയിൽ, അത് മാനസിക പ്രശ്നങ്ങൾ, ഡ്രഗ് അഡിക്ഷൻസ് എന്തായാലും അത് ഒരു ഡയഗ്നോസിസ് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ ടീച്ചേഴ്സിനെ സെൻസിറ്റൈസ് ചെയ്യാനും അവരെ പരിശീലിപ്പിക്കാനുമാണ് ഉദ്ദേശം. അപ്പോൾ ഇത് ഇനി ഓഗസ്റ്റ് മാസം തുടങ്ങി അടുത്ത ഒരു 6-7 മാസത്തിൽ തന്നെ പൂർത്തീകരിക്കണം എന്നതാണ് ലക്ഷ്യം. ചിലപ്പോൾ 1-2 മാസം കൂടാം. അപ്പോൾ അത് മുന്നോട്ട് പോവാണ്. അതാണ് പറയാൻ ആഗ്രഹിച്ചത്. പറഞ്ഞു അധ്യാപകർ പറഞ്ഞ പൂർണ്ണമായിട്ട് വിശ്വസിക്കില്ല. നമ്മൾ നിർദ്ദേശം കൊടുത്തത് എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. 6-ാം പ്രവൃത്തി ദിവസത്തിൽ കണക്കാണ് നമ്മൾ ബേസിക്കായിട്ട് എടുക്കുന്നത്. അധ്യാപകരിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഉണ്ടായ അപേക്ഷ എന്താണെന്ന് വെച്ചാൽ, ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഈ 6-ാം പ്രവൃത്തി ദിവസത്തിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടികളിൽ അന്ന് UID കൊടുത്തതിൽ തെറ്റു വന്നിട്ടുള്ള കുട്ടികൾ 30,000-ഓളം കുട്ടികളുണ്ടായിരുന്നു. അത് ചെറിയ തെറ്റുകളൊക്കെ വന്നതുകൊണ്ട് UID കൈറ്റിന്റെ സോഫ്റ്റ്വെയറിൽ അവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ആ തെറ്റ് തിരുത്തുവാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ റൂളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 6-ാം പ്രവൃത്തി ദിവസത്തിൽ എത്ര കുട്ടികളുണ്ട് അവരെ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. അതിൽ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇരട്ടിപ്പുണ്ടായതിനെ തുടർന്ന് UID ഉള്ള കുട്ടികളെ ഉൾപ്പെടുത്താൽ മതി എന്ന് ഫൈനാൻസിന്റെ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് സംബന്ധിച്ച് ജിയോയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കുലറുകൾ എല്ലാ വർഷവും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പല കുട്ടികൾക്കും ആ സമയത്ത് കൃത്യമായ ഈ പേരിലും അതുപോലെ തന്നെ UID-യിലുള്ള ഡീറ്റെയിൽസും തമ്മിൽ മിസ്മാച്ച് വരുന്നതുകൊണ്ട് സോഫ്റ്റ്വെയർ അത് റിജക്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യം 30,000-ഓളം അപേക്ഷകൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കാണ് നമ്മൾ ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷം കൊടുത്തതുപോലെ തന്നെ ഒരു ഇളവ്. അതിനുവേണ്ടി എന്തുകൊണ്ടാണ് ഇത്രയും കാലം താമസിപ്പിച്ചതെന്ന് വെച്ചാൽ, ആ ഒരു മാസം കൊണ്ട് അവർക്ക് വേണ്ടി വന്നാൽ ഈ തെറ്റുകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാസവും പിന്നീട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി 4 ദിവസവും 5 ദിവസവുമാണ് കൊടുത്തത്. അതിൽ തന്നെ ഏതാണ്ട് നല്ലൊരു ശതമാനം ആൾക്കാർ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു മാസം, അതായത് കഴിഞ്ഞ ജൂൺ 10-ാം തീയതി ആയിരുന്നു 6-ാം പ്രവൃത്തി ദിവസം. നമ്മൾ ഈ ജൂലൈ ലാസ്റ്റ് വരെ നമ്മൾ അതിനുവേണ്ടി കാത്തിരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അവർക്കൊരു മാസം സമയം കിട്ടട്ടെ, അവർക്ക് അത് കറക്റ്റ് ചെയ്ത് വെക്കട്ടെ. ശരിയായ രീതിയിൽ കറക്ഷൻ വരുത്തി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ 4 ദിവസം കൊടുത്തപ്പോൾ ധാരാളം പേര് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ കഴിഞ്ഞ 30-ാം തീയതി വരെ 30-ാം തീയതി വരെയുള്ളതല്ല, നമ്മൾ ചെയ്തിരിക്കുന്നത് 6-ാം പ്രവൃത്തി ദിവസത്തിലുള്ള UID ഉള്ള കുട്ടികളിൽ തെറ്റു വന്നിട്ടുള്ള 30,000 പേർക്ക് കറക്ഷൻ വരുത്താൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുത്തു. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ 16-ാം തീയതി വരെ സൈറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, മിനിഞ്ഞാന്ന് വരെ. അതിലെ മണിയുടെ വേറെ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഈ 6-ാം പ്രവൃത്തി ദിവസം എന്ന് പറഞ്ഞാൽ സകല അധ്യാപകർക്കും മാനേജ്മെന്റിനും കാണാപ്പാടമാണ്. എല്ലാവർക്കും അറിയാം, അവർ ഉറങ്ങുന്നതിന് 6-ാം പ്രവൃത്തി ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറങ്ങുന്നത് അത്രയ്ക്ക് കാണാപ്പാടമാണ്. നമ്മളെങ്കിൽ തന്നെയും നമുക്ക് തന്നെ അറിയാം, കാര്യങ്ങളറിയാം. വീണ്ടും ഒരു ദിവസം കൂടെ കൊടുക്കുകയാണ്. ഒരു വർഷം അവസാനം വരെ ഇങ്ങനെ ഞങ്ങൾക്ക് പ്രവൃത്തി ദിവസം കിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സ്കൂളിൽ ഇത് ഇങ്ങനെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും ഇങ്ങനെ മാറ്റി ആളിനെ ഇരുത്തലോ, അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. കടമ്പനട്ടെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അവരാരെങ്കിലും വന്ന് കാണട്ടെ, അവർക്ക് പിന്നെ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് കൊടുക്കാം. ഉപയോഗിക്കുന്ന കെട്ടിടം അതെ അത് ഈ പല സ്ഥലങ്ങളിലും പ്രശ്നമുണ്ട്. ഇതും കൂടെ ഒന്ന് പറഞ്ഞേ. ഈ മരണപ്പെട്ട കുട്ടിയുടെ സ്കൂളിൽ അവരുടെ കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കും അവരുടെ സുഹൃത്തുക്കൾക്കും ചിലപ്പോൾ PTSD പോലെയുള്ള ലക്ഷണങ്ങൾ കാണാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അതിനുവേണ്ടിയും പ്രത്യേക ഒരു ഇടപെടൽ, ഒരു കൗൺസിലിംഗ് പോലെ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്യും എന്നറിയിക്കുകയാണ്. അവസാനിപ്പിക്കാം. ഞങ്ങൾ 1 മണിക്ക് അവിടെ പോകുന്നുണ്ട് സ്കൂളില്ല, വീട്ടിൽ 3 മണിക്കല്ലേ. അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.